അപ്പൊ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലൂനോക്കോട്ടിന്റെ അടുത്ത എപ്പിസോഡോട് സ്വാഗതം. ഇത് ജസ്റ്റ് പീറ്റർ യാന്റെ ഗ്ലേസ് ചെയ്യാനും ചെറിയ പരിമിതമായ ബ്രേക്ക് ഡൗൺ ആ ഫൈറ്റിനെ പറ്റി പറയാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ കേരളയിൽ നിങ്ങളുടെ വീഡിയോ വേറെ മലയാളികൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രമേ വേറെ മലയാളികൾക്ക് റെക്കമെൻഡ് ആവുള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും എന്നെ ഇഷ്ടമല്ലെങ്കിലും കമന്റ് ചെയ്യും പ്ലീസ്. അപ്പൊ പിന്നെ വീഡിയോനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബ്രേക്ക് ഡൗണിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഗൈസ്, ഒന്ന് ആലോചിച്ച് നോക്കി. അൽജമിസ് ഷെർലിന ഒന്ന് നീ ചെയ്ത് ഫൗൾ അടിച്ച് പുള്ളി ജയിച്ചുകൊണ്ടിരുന്ന കളിയായിരുന്നു. ടൈം ലൈൻ പറയാനായിട്ട. അതിനുശേഷം കോറി സാൻഡൈനായിട്ടുള്ള ഫൈറ്റാ, വൺ ഓഫ് ദി ബെസ്റ്റ് ഫൈറ്റ്സ് ഇൻ MMA ഹിസ്റ്ററിയാണ്. അത് കോറി സാൻഡൈനായിട്ട് ജയിച്ചിട്ട് പിന്നെ ഒരു 3 ഫൈറ്റാണ് അടുപ്പിച്ച് തോറ്റുപോയത്. സ്റ്റെർലിനായിട്ട്, സിനോമാലി ആയിട്ട്, മെരാബായിട്ട്. മെരാബ് 50-45 യാനെ തോപ്പിച്ചത്. ഇത്രയും ഡോമിനേറ്റ് ചെയ്ത് തോപ്പിച്ച ആളാ തിരിച്ച് അതേപോലെ എന്നാലും ഓൾമോസ്റ്റ് അതേപോലെ രീതിയിലുള്ള ഒരു ഡോമിനേഷനിൽ തോപ്പിക്കണമെങ്കിൽ എന്തോരം മെന്റൽ സ്ട്രെങ്തും പവർ വേണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊക്കെ ഇല്ലേ ഞാൻ്റെ കാര്യമായിട്ട് ഇടക്കിടക്ക് സാഡ് ആവുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ സങ്കടം ആലോചിക്കാൻ കുറേ ഉണ്ട്. എന്നാലും ഇടക്കിടക്ക് ഞാൻ്റെ കാര്യം, കാരണം ഞാൻ 3 ഫൈറ്റ് തോറ്റി. ഇടക്കിടക്ക് ഇങ്ങനെ ശനിയാഴ്ചയൊക്കെ പല്ലേക്കുമ്പോ ഞാനിങ്ങനെ 3 ഫൈറ്റ് തോറ്റിരിക്കുന്നതാണല്ലേ, എന്ത് കഷ്ടം, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തോൽവിയിൽ നിന്ന് പോയ ആള് പിന്നെ ഇപ്പൊ നോക്കിയേ 4 ഫൈറ്റ് വിൻ സ്ട്രീക്കിലാണ് നിക്കണം. സോങ്ങിടവനെ, ഡേവിഡ്സൺ വീരടനെയൊക്കെ തോപ്പിച്ചത് അവിടെ. അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊരു മോട്ടിവേഷൻ എടുക്കണം. നമ്മ എത്ര പരാജയത്തിൽ ശരിക്കും ഇതായി കിടക്കണമെങ്കിൽ പോലും നമുക്ക് പിന്നെയും തിരിച്ച് കയറാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മോട്ടിവേഷൻ എടുക്കണ്ട. റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് മോട്ടിവേഷൻ എടുക്കണം. അത് മാത്രമല്ല, ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞില്ലേ ഈ പെർഫോമൻസ് റഷ്യയില് എത്തിയിട്ട് ഇപ്പൊ കബീബിനെ മീറ്റ് ചെയ്യുമ്പോ കബീബ് മറ്റേ പടമില്ലേ നമ്മുടെ സ്ഫടികത്തില് സിൽക്ക് സ്മിതയുടെ കൈ പിടിച്ചു പോയിട്ട് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് ചെക്കൻ്റെ വീട്ടിൽ പോലായാലും ആള് പറയില്ലേ, ഞാൻ ഈ സ്പ്രേ കൊണ്ട് കൊടുത്തപ്പോ എന്റെ മനസ്സോൾക്ക് കൊടുത്ത് ഇനി ഞാൻ കവള മതി എന്ന് പറയില്ല. അപ്പൊ തോമ അശോകന്റെ മേത്ത് കൈവച്ചിട്ട് പറയൂലേ, തോമ വിചാരിച്ചു ഈ ഭൂമിയില് ആടായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ഉശിരുള്ള ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് മനസ്സിലായി തോമക്ക് തെറ്റീന്ന്. അതേപോലെ എന്റെ പീറ്റർ എന്റെ മേത്ത് കൈവച്ച് കബീബ് പറഞ്ഞിട്ടുണ്ടാവും, ഉശിരുള്ള ആണ് ഞാൻ മാത്രമേ ഉള്ളൂ, നീയോ ഇട്ട ചെക്കാതെ. എന്റെ പൊന്നോ, എന്റെ പൊന്നോ ഞാൻ പറയണ വേറെ എനിക്കത് ഓർക്കുമ്പോ പിന്നെയും ഒരു രോമാഞ്ചം വരും. കാരണം അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. മാത്രമല്ല ഇത്രയും ഡോമിനേറ്റ് ചെയ്യ ആളെ നമ്മൾ രണ്ടാമത് ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഭയം ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പൊ അതൊക്കെ മറികടന്ന് ഈ ഒരു ലെവല് പെർഫോമൻസ് ചെയ്തെങ്കിൽ ഞാൻ ആരാണ്. പിന്നെ ഞാൻ വേറെ കാര്യം പറയട്ടെ ഗൈസ്. ഇപ്പൊ മെരാബിന ഒരു സിമ്പിൾ ഫാക്ട്സ് പറയാം. മെരാബിനെ ഒരാള് തോപ്പിക്കണമെങ്കിൽ മെരാബിന്റെ റെസ്ലിംഗ് സ്റ്റഫ് ചെയ്യാൻ കഴിവ് വേണം, മെരാബിനേലും കൂടുതൽ സ്ട്രൈക്കിംഗ് വേണം. ഇത്രേ ഉള്ളൂ. ഞാൻ സിമ്പിൾ ആയിട്ട് വേറൊരു എക്സാമ്പിൾ കണ്ടു പറഞ്ഞുതരാം. കംസത്തിന് ഇല്ലേ, അതാണ് ആരും തോപ്പിക്കാൻ പോകുള്ളത്, വേറെ കാര്യങ്ങൾ പറഞ്ഞുതരാം. കംസത്തിനെ ആരെങ്കിലും തോപ്പിക്കണമെങ്കില്ലേ കംസത്തിന്റെ റെസ്ലിംഗ് സ്റ്റഫ് ചെയ്യാനുള്ള ടേക്ക് ഡൗൺ എബിലിറ്റി വേണം, ടേക്ക് ഡൗൺ ഡിഫൻസ് വേണം, കംസത്തിനേലും കൂടുതൽ സ്ട്രൈക്കിങ് വേണം. അപ്പൊ നിങ്ങൾ പറയും ബേൺസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അടി ചെന്ന് കഴിഞ്ഞാൽ ഒരു ജീനിയസ് ആണ്. ഞാൻ ഇനി ADCC എന്ന് പറയണില്ല, ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു ADCC എന്ന് ഇനി പറയണില്ല. ആ ലെവലിൽ കളിക്കണ ഗ്രാപ്ലർമാരുടെ അടിയിൽ പോയ കംസത്തിന് ഇത്തിരി പണിയായിരിക്കും. പക്ഷേ കംസത്തിന് ഇയാൾ തോപ്പിക്കണമെങ്കിൽ കംസത്തിനേലും അടിപൊളി ടേക്ക് ഡൗൺ ഡിഫൻസ് വേണം. കംസത്തിന്റെ റെസ്ലിംഗ് സ്റ്റോപ്പ് ചെയ്യണം, ടേക്ക് ഡിഫൻസ് കംസത്തിനും കൂടുതൽ സ്ട്രൈക്കിങ്ങും വേണം. അതേപോലെ സെയിമാണ് മെരാബിന്റെ. നമ്മ എല്ലാരും കാണാനൊരു സംഭവമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 50-45 മെരാബ് തോപ്പിച്ചപ്പ ഈ 49 ടേക്ക് ഡൗൺ അറ്റംപ്റ്റില് 32 ചെക്ക സ്റ്റഫ് ചെയ്ത്. ആ 11 നമ്മുടെ 20. ആ 11 ചെയ്തിട്ട് പോലും 6 മിനിറ്റ് കൺട്രോൾ ടൈമേ വന്നുള്ളു 25 മിനിറ്റ് ഫൈറ്റില്. ഫുൾ ടൈം കിടന്നിരിക്കണമെന്നല്ല. ഞാൻ ഹാഫ് ഫൈറ്റ് ഒരു ടേക്ക് ഡൗൺ എടുക്കുകയും ചെയ്തു സ്വന്തമായിട്ട്. അപ്പൊ നമുക്കറിയാലോ, ഞാൻ ഭയങ്കര സ്കിൽഡ് ഫൈറ്ററാണ്, ഭയങ്കര ഓൾറൗണ്ടറാണ്. ഇപ്പൊ നമ്മുടെ എന്റെ പേജ് തന്നെ പണ്ടൊക്കെ ആയിട്ടുണ്ട് ഈ ഫൈറ്റിനൊക്കെ മുമ്പ്, യാൻ ഹാസ് ദ ഡീപ്പസ്റ്റ് ടൂൾ കിറ്റ് ഇൻ MMA എന്ന് പറഞ്ഞു. കാരണം ചില പുള്ളിയുടെ ടേക്ക് ഡൗണിന്റെ എൻട്രി ഒക്കെ ഇല്ലേ, പിന്നെ ആ ബോക്സിങ്, മാസ്റ്റർ ഓഫ് സ്പോർട്സിന്റെ ബോക്സിങ്ങും ആ കിക്കൊക്കെ ഇല്ലേ, പുള്ളി വേറെ ലെവലാണ് തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ഗൈസ്
പിന്നെ പീറ്ററെ അതിനകത്ത് വ്യത്യസ്തമായിട്ട് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് എനിക്ക് ശരിക്കും ഇതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, ഹാൻഡ് ഫൈറ്റിങ്. കാരണം ഒരുപാട് പ്രാവശ്യം മെരാബ് സിംഗിൾ അറ്റംപ്റ്റ് അല്ല, അത് പുള്ളി ഡിഫെൻഡ് ചെയ്ത് പറയാം, എന്നാൽ അതിന് മുമ്പ് പുള്ളി ടേക്ക് ഡൗൺ ചെയ്തിട്ട് ഒരുപാട് പ്രാവശ്യം ബാക്ക് ടേക്ക് ചെയ്തില്ലേ. ബാക്ക് ടേക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബാക്ക് ബിഹൈൻഡ് ദ പൊസിഷനിൽ വന്ന് ഇങ്ങനെ പിടിച്ചില്ലേ. ഈ സമയത്തില്ലേ നിങ്ങൾ പീറ്റർ എന്റെ ഹാൻഡ് വർക്ക് എടുത്ത് നോക്കിക്കോട്ടാ, നൈസായിട്ട് പുള്ളി ഫക്കാ സ്ട്രെങ്ത് എടുത്ത് ആ ഗ്രിപ്പ് മെരാബിനോടെ കൊടുക്കണുണ്ടായില്ല. കാരണം ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമ്മൾ കംസത്തൊക്കെ ചെയ്യണമല്ലോ, വെയിറ്റ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് അപ്പോണന്റിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ ഇതാണല്ല. അങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് പുള്ളി ഹിപ്പ് ഹിൻ ചെയ്ത് പിടിച്ചിട്ടുണ്ടായി. പുള്ളി നൈസായിട്ട് ഹാൻഡ് ഫൈറ്റ് ഉണ്ടായി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരുപാട് പ്രാവശ്യമില്ലേ മെരാബ് സിംഗിള് എൻട്രി ചെയ്തല്ല, സിംഗിൾ എൻട്രി ചെയ്യാണ്ടിരിക്കാൻ പുള്ളി ഒരു കാര്യം ചെയ്ത് അത് പറയാം. എന്നാൽ ആ സിംഗിൾ എൻട്രി കയറി എടുത്ത സമയത്തില്ലേ കറക്കനായിട്ടാണ് പുള്ളി മെരാബിന്റെ ബൈസും ഹെഡും കൺട്രോൾ ചെയ്ത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് ടേക്ക് ഡൗൺ ഒക്കെ അങ്ങനെ ചെയ്യപ്പെട്ടു. സിംഗിൾ ലെഗിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് മെരാബ് ടേക്ക് ഡൗൺ ചെയ്ത് 32 റൗണ്ട് ഡിഫെൻഡ് ചെയ്തെങ്കിലും ഈ പ്രാവശ്യം നൈസായിട്ട് ഹെഡും ബൈസും കൺട്രോൾ ചെയ്ത് അതിൽ നിന്ന് ഊരി മാറി കറക്റ്റായിട്ട്. അത് എനിക്ക് തോന്നുന്നു 5 റൗണ്ട് മെരാബിനെ ഫൈറ്റ് ചെയ്തപ്പോഴുള്ള നോളജാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചെന്നറിയാൻ പാടില്ല, ഈ പ്രാവശ്യം അല്ലേ പീറ്റർ യാന്റെ കോച്ച് ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായി. മെരാബ് സിംഗിൾ ലെഗിലോട്ട് പോയാൽ എന്ത് ചെയ്യണം, മെരാബ് ഡബിൾ ലെഗ് ചെയ്ത് എന്ത് ചെയ്യണം, അതിനൊക്കെ ഒരു കോഡ് പോലെ പറഞ്ഞു വെച്ചിട്ട് ആ കോഡ് വിളിച്ച് പറയണത്. കാരണം പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കണ പോലെ എഴുതി ഇപ്രാവശ്യം, അത് കോച്ചിന്റെ ഇന്റർവ്യൂല് പറഞ്ഞാണ്. പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട പുള്ളിയുടെ ജാബാണ്. ജാബ് എന്ന് പറഞ്ഞില്ലേ പുള്ളിയുടെ പൊഷറല്ല സൗത്ത് പോ. ഈ സൗത്ത് പോ എന്ന് പറയുന്ന ഈ ജാബില്ലേ, ഈ ജാബ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് പറയട്ടെ, മെരാബിന്റെ ടേക്ക് ഡൗൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ, മെരാബ് ഇങ്ങനെ വന്നിട്ട് സഡൻ ആയിട്ട് റഷ് ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. ഈ റഷിങ് ഒരുപാട് പ്രാവശ്യമാണ് പീറ്റർ യാൻ നൈസ് ആ ജാബ് കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്ത് സൗത്ത് പോലെ ഈ ജാബ് കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്ത. ഈ ജാബ് ഇങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചില്ലേ, ഒന്നാമത് ടേക്ക് ഡൗൺ ഇനീഷ്യേറ്റ് ചെയ്യാൻ പുള്ളി ഉപയോഗിക്കുന്ന ആ ഒരു സ്ട്രാറ്റജിയാണ് ഇത്. അത് ചെയ്യാൻ നേർത്ത് അത് തടയാനായിട്ട് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ജാബായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബാക്ക് ടേക്ക് ചെയ്ത മെരാബ് ബാക്ക് ടേക്ക് ഡൗൺ ചെയ്തപ്പോ കറക്റ്റായിട്ട് ഹാൻഡ് ഫൈറ്റ് ചെയ്യാനുണ്ടായി, ഹിപ്പ് ഇങ്ങനെ ഹിഞ്ച് ചെയ്യാനുണ്ടായി. കാരണം ഹിപ്പ് ഹിഞ്ച് ചെയ്തില്ലെങ്കിലേ മെരാബ് കുറച്ചും കൂടി ക്ലോസ് ചെയ്ത് അങ്ങാട് ടേക്ക് ഡൗൺ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ വീഴ്ത്താൻ ടേക്ക് ഡൗൺ ചെയ്യാൻ സുഖമാണ്. അപ്പൊ അതിനുവേണ്ടി സമ്മതിക്കുന്നുണ്ടായില്ല, ഹാൻഡ് ഫൈറ്റ് ചെയ്യാനുണ്ടായി. എപ്പം മെരാബ് ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കിയാലും സിംഗിൾ ലെഗിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ അപൂർവ അവസരങ്ങളിൽ കലക്കനായിട്ട് മെരാബിന്റെ ബൈസും ഹെഡും കൺട്രോൾ ചെയ്യാനുണ്ടായി. അതിൽ നിന്ന് നൈസായിട്ട് ഉരിപ്പോന്ന്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമില്ലേ, പുള്ളി ക്ലിഞ്ചിന്റെ അവിടെ മെരാബ് ക്ലിഞ്ച് സിറ്റുവേഷനിൽ ചെന്നല്ല. അപ്പൊ സാധാരണ മെരാബ് ക്ലിഞ്ച് ചെയ്യുമ്പോ സീനോമാരെയൊക്കെ എന്ത് ചെയ്യണം, പട്ടിയിട്ട് എങ്ങനെയെങ്കിലും മാറാൻ നോക്കും. അയ്യോ എന്റെ അടുത്ത് പോ എന്ന് പറഞ്ഞ് ദൂരെ പോ അടുക്കരുത് എന്നും പറഞ്ഞ് മാറിയിക്കൂലേ. ഇത് അങ്ങനെ ഒരു ഞാനല്ല കണ്ടത്, ഞാൻ കാം ആൻഡ് കമ്പോസ്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല മെരാബ് ഒരു ഗിലറ്റീൻ പൊസിഷനിൽ ഹോൾഡ് ചെയ്തല്ല പീറ്റർ യാനാ. അപ്പൊ ഇങ്ങനെ എനിക്ക് ഒരു ആളെ വേണോ എന്ന് ചെയ്യാനായിട്ട് ആരും ഇല്ല, എല്ലാരും പല സ്ഥലത്താണ്. പിന്നെ ബ്രേക്ക് ഡൗൺ യൂട്യൂബിന്റെ ബ്രേക്ക് ഡൗൺ ചെയ്യാത്തവരുടെ പൊക്കത്തോട് വിളിച്ചുകൊണ്ട് വന്ന വരയതുമില്ല. പിന്നെ ബോക്സിങ്ങിലെ പിള്ളേരുണ്ടാവും, ഇനി അടുത്ത സ്റ്റോറി വിളിച്ചു നോക്കണം. അപ്പൊ ഇങ്ങനെ ഹെഡിൽ ഗിലറ്റീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ചോക്ക് ചെയ്യാണ്ട് ആ പൊഷനിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്തില്ലേ പിന്നെ തള്ളിമാരെ പാനിക്കൊന്നായല്ല, പുള്ളി അണ്ടർലോക്ക് ചെയ്ത് ലെഗ് എടുത്ത് ലിഫ്റ്റ് ചെയ്ത് ഹെഡിൽ ഡംപ് ചെയ്ത്. പിന്നെ എപ്പൊ ക്ലിഞ്ച് സിറ്റുവേഷനിൽ ഇരുന്നപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ, ക്ലിഞ്ചില് അവിടെ ആ മൂലക്കൊക്കെ കൊണ്ടുപോയിരിക്കുന്ന സമയത്തില്ലേ അവിടെ നിന്ന് ക്ലിഞ്ചിൽ തന്നെ മാറി ബോഡി വർക്ക് ചെയ്യണമായിരുന്നു. പക്ക കോമ്പിനേഷൻ എടുത്ത് ഒരു ജാബ് ഒരു ബോഡി ഹുക്ക് കോമ്പോസ് അറിയണം അവിടെ ഇരുന്നുണ്ട്. അപ്പൊ അത്ര റിലാക്സ്ഡ് ആയിരുന്നു പുള്ളി. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കോൺഫിഡൻസിൽ പുള്ളിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം എന്ന് പറയട്ടെ, മെരാബ് പോസ്റ്റ് ഫൈറ്റ് ഇന്റർവ്യൂ മെരാബെന്ന് പീറ്റർ യാൻ പോസ്റ്റ് ഫൈറ്റ് ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, എനിക്കിപ്പോഴാണ് ഒരു ടീമിനെ പോലെ ഫീൽ ചെയ്യുന്നത്. ഇത്രയും നാളായിട്ട് വേൾഡ് ചാമ്പ്യനെ കേട്ടും പുള്ളി പറഞ്ഞ കേട്ടാ, ഒരു ഞങ്ങളുടെ ടീമായിട്ടുള്ള സിങ്ക് കൂടുതൽ എനിക്ക് തോന്നി. അതിൽ നിന്ന് തോന്നിയെന്ന് വെച്ചാൽ പീറ്റർ യാൻ ഇങ്ങനത്തെ ഒരാളായിരുന്നു. കോച്ചുകളൊക്കെ എന്ത് പറഞ്ഞാലും അത് ഓക്കെ, ഞാൻ പറഞ്ഞാൽ ശരി. ഇപ്പൊ നമ്മുടെ ജിമ്മിനും കുറച്ച് നേരം ഉണ്ടാവില്ല, ആശാൻ എന്ത് പറഞ്ഞു കൊടുത്താലും അവരവരുടെ രീതിയിൽ അടിക്കുള്ളൂ. അതേപോലെ പുള്ളി ഒറ്റ മൈൻഡ് ആയിരുന്നു തോന്നുന്നു. പക്ഷെ ഇപ്പോഴാണ് കോച്ചുകളൊക്കെ കോച്ചുകൾ പറയാണ്ട് കേൾക്കാണ്ട് ഒരു ഇവിടം വരെ എത്തൂല. എന്നാലും പൂർണ്ണമായിട്ട് പുള്ളി ചെയ്തതാണ്. പുള്ളിയുടെ പോസ്റ്റ് ഫൈറ്റ് ഇന്റർവ്യൂ നിങ്ങൾ കണ്ടേക്കും. നൗ വി ഫീൽ ലൈക്ക് എ കംപ്ലീറ്റ് ടീം, ഏർലിയർ ഇറ്റ് വാസ് ഇൻ ദ കേസ്, ഐ ബിലീവ്ഡ് ഇൻ മൈ സെൽഫ് ടു മച്ച് എന്നാണ് പറഞ്ഞത്. പുള്ളിയുടെ സ്കില്ലിൽ പുള്ളിക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു മെരാബ് 1-ൽ.
2-ലാണ് ടീമായിട്ടൊന്ന് സിങ്കായി ടീം പറയണ കേട്ട് അപ്പോഴാണ് ഫുൾ പൊട്ടൻഷ്യലോട്ട് വന്നത്. അത് ഒരു എടുത്തു പറയേണ്ട കാര്യം. പുള്ളി ഈ പ്രാവശ്യം ചെയ്ത് എല്ലാരും കണ്ടൊരു കാര്യമുള്ള ആ ബോഡി കിക്ക് പുള്ളി വെറുതെ വന്നെറിഞ്ഞല്ലേട്ടാ. പുള്ളി ഓരോ ബോഡി കിക്ക് എറിയുമ്പോ ഒരു ഹുക്കൊക്കെ എറിയണ്ട. അപ്പൊ ഈ പൊസിഷൻ പുള്ളി ഈ പൊസിഷനിലേക്കും ഒരു ഹുക്ക് എറിയും. ആ ഹുക്ക് എറിഞ്ഞ് അതിന്റെ മൊമെന്റത്തിൽ റിലേറ്റ് ചെയ്ത് തന്നെ അവിടെ നിന്ന് ബോഡി കിക്ക് കൊടുത്താവാ. മെരാബ് ആ ഹുക്ക് വെറുതെ ഇടിച്ച് ഹുക്കൊക്കെ ഇങ്ങനെ റിപ്പയർ ചെയ്ത് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെയൊക്കെ ആയ സമയത്ത് ഇവിടെ അങ്ങോട്ട് കൊണ്ട് 4 പ്രാവശ്യമാണ് കിക്ക് കൊണ്ടത്. ഒരു പ്രാവശ്യം കിക്ക് കൊണ്ടിട്ടില്ലേ മലയാളി ആണെങ്കിൽ വരാത് അമ്മേ എന്ന് വിളിച്ചാനെ. അതേപോലെ അവിടെ നിന്ന് അലറിയിട്ട് പോക്കർ ഫേസ് എന്ന് പറഞ്ഞാലേ പോക്കർ ഫേസ് എന്ന് പറഞ്ഞാൽ വേദന കാടിക്കാട്ടിക്കാനുള്ള ഫേസ് ഇല്ലേ പുള്ളിയുടെ എപ്പോഴും കിക്ക് കൊണ്ടത് ഇങ്ങനെ പോകുന്ന ആ സീനായിരുന്നു പുള്ളിയുടെ. പക്ഷെ പോക്കർ ലിവറൊക്കെ അടിച്ച് പോയി ഗൈസ്. അപ്പൊ മനസ്സിലായ ഈ ഹുക്ക് എറിഞ്ഞതിൽ പോലും സെറ്റ് ചെയ്ത മനസ്സിലായി ഗൈസ്. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. എപ്പോ ഒരു പഞ്ച് ലാൻഡ് ചെയ്താലും ഒരു ഹുക്ക് ലാൻഡ് ചെയ്താലും ഒക്കെ ഇല്ലേ വെറുതെ സ്ട്രീറ്റ് ആയിട്ട് ലാൻഡ് ആവണല്ല. ഇങ്ങനെ ഓരോ സെറ്റ് ചെയ്യണം. ബോഡിക്ക് ഉണ്ടായിരുന്നു ഹുക്ക് എറിഞ്ഞ് അതിന്റെ മറവിലേക്ക് അങ്ങനെ സെറ്റ് ചെയ്തൊരു ചെസ് മാച്ചാണ് അവിടെ നടന്നത്. പിന്നെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒന്നും നടക്കണില്ല എന്ന് തോന്നും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡിഫറെന്റ് ആയിട്ട് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗൺ ഈ മൊബൈലിലെ പരിമിതമായ എഡിറ്റിങ്ങിൽ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഇതാണ് എനിക്ക് ഞാൻ ചെയ്തായിട്ട് തോന്നിയത്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബാൻഡമേറ്റ് ഫൈറ്റ്, ലിറ്ററലി ദ ഗ്രേറ്റസ്റ്റ് ബാൻഡമേറ്റ് ഫൈറ്റ് ഓഫ് ഓൾ ടൈം, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മോസ്റ്റ് ഇംപ്രസീവ് പെർഫോമൻസ് ഓഫ് ഓൾ ടൈം. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഇതിനു മുമ്പ് ഇങ്ങനെ ഞെട്ടിച്ചതല്ല. ഇതുമ്മ നോക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പൊ ജോൺസ് ഷോഗൺ ഡ്രൂവിനെ തോപ്പിച്ചില്ലേ. ഷോഗൺ ചാമ്പ്യൻ ആയിരുന്നപ്പ ജോൺസ് ഡോമിനേറ്റ് ചെയ്ത അവസാനം ഷോഗൺ വന്നിട്ട് ടാപ്പ് അടിച്ചിട്ട് പോയി. അതേപോലെ മെരാബ് ഇപ്പൊ പീക്കിൽ നിൽക്കണേണ്ട ഗൈസ്. പീക്ക് എന്ന് പറഞ്ഞാൽ ഇനിയും മെരാബ് ജയിച്ചാൽ നമുക്ക് മെരാബിന് കോട്ട് സ്ഥാനത്ത് ഓരോരുത്തർ കൊടുക്കേണ്ടി വരും. അത്രയും പീക്കിൽ നിൽക്കണ സമയത്താണ് ഇത് ചെയ്തേക്കണം. അതാണ് ആ ചെയ്ത വിധം നോക്ക്. 49-46 ആണ് സ്കോർഡ്. ചിലവർ പറഞ്ഞ 50-45 ആണെന്ന്. എനിക്ക് ആരും ഇഷ്ടപ്പെടാനാ. ഇത്ര നാളെ ഞാൻ കുറെയൊക്കെ DC-നെ ഡിഫെൻഡ് ചെയ്യുമായിരുന്നു. അയാൾ എന്ത് കണ്ടിട്ടാണോ അയാള് ഇതാണ് ഫൈറ്റേഴ്സ് പറയണതൊക്കെ അടി 2 ടൈം ഡിവിഷൻ ചാമ്പ്യൻ, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫൈറ്റേഴ്സ് ഓഫ് ഓൾ ടൈം, ഒളിമ്പിക് റെസ്ലർ, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് IQ ഓഫ് ഓൾ ടൈം ഉള്ള ആളെ പറഞ്ഞ മെരാബ് 2-0 അപ്പാണെന്ന് തേർഡ് റൗണ്ട് ആയപ്പോ എനിക്കൊരൊന്ന് പേടിച്ചു പോയി. എനിക്ക് റീവാച്ചായിട്ടൊന്നും തോന്നില്ല. ഒരിക്കലും 1 റൗണ്ട് കൊടുത്തോ 2-0 അപ്പൊ എങ്ങനെയാണ് മെരാബ് DC ഒക്കെ എവിടെ നോക്കിയാണ് കമന്ററി പറഞ്ഞ. ജോറോഗനെ നോക്കി മൊട്ടത്തല നോക്കി കളി ഫൈറ്റ് കമന്ററി പറഞ്ഞെന്ന് തോന്നുന്നു. മൊട്ടേല 4 ഷാഡോ നോക്കിയാണെന്ന് ഫൈറ്റ് കണ്ടത്. എനിക്കറിയാമുള്ള DC ഒക്കെ എന്ത് ഇങ്ങനെ പറയണേന്ന്. പക്ഷെ തോപ്പിച്ച ആളാ എങ്ങനെ തോപ്പിച്ച് ഒരു പ്രാവശ്യം തന്നെ കൊന്നൊരാളാ മനസ്സിലായോ. ഇല്ലാണ്ടായി കളഞ്ഞ് മീറ്റർ ചെയ്യാനാ ആ ആളെയാണ് മീറ്റർ ചെയ്യാൻ ഇങ്ങനെ ചെയ്താ. ശരിക്കും ഒന്നും പറയാനില്ല. ഇപ്പഴേ ഞാൻ ഇവിടുത്തെ വീഡിയോ വീട്ടുകാർ അറിയാതെ പോടില്ല. കുറച്ച് പേര് കാണുള്ളൂ. എന്തായാലും കൈയടിച്ച് പാസ്സാക്കണ്ട അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. പടത്തിൽ കമ്മട്ടി പടത്തിൽ കൈയടിക്കണമെന്ന് പറയില്ലേ. ഞാൻ ശരിക്കും കൈയടിക്കാൻ പറഞ്ഞ ശരി എല്ലാവരും എണീറ്റിന്ന് കൈയടിക്കണമെന്ന് മെരാബിന്റെ കോച്ച് വരെ. അപ്പൊ അത്രേ ഉള്ളൂ. ഇതായിരുന്നു ചെറിയ ഒരു ബ്രേക്ക് ഡൗൺ. വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോയില്ല. എന്നാലും ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ. ഇനി എന്തായാലും കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ജാനുവരി വരെ. അപ്പൊ നമുക്ക് കൂടുതൽ വീഡിയോസും ലെങ്തി ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിട്ട് വരാം. അടുത്ത കാർഡ് ജാനുവരി അവസാനത്തോണം. പിന്നെ ട്രംപ് അണ്ണനൊരു കാര്യം പറഞ്ഞിട്ടാ 9 ടൈറ്റിൽ ഫൈറ്റ് ഉണ്ടെന്ന്. 9 ടൈറ്റിൽ ഫൈറ്റ് ആണ് ഇപ്രാവശ്യം ഉള്ളത്. അത് എല്ലാരും ഒന്ന് ഓർത്ത് വെച്ചേക്കട്ടാ. 9 ടൈറ്റിൽ ഫൈറ്റ് ഇതുവരെ ഉണ്ടായിട്ടും കൂടി ഇല്ല. UFC 300 വെള്ളും. പിന്നെ ചാൾസ് ഒലിവറെ മാക്സോളയും ഫിക്സ് ആയിട്ടുണ്ട്. അതും പിന്നെ അർമന്റെ സിറ്റുവേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഒരു അർമന്റെ അല്ലെങ്കിൽ ഡാനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യവും കൂടി ഞാൻ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഒക്കെ ഇനി അടുത്ത ജാനുവരിക്ക് ഇടയിലുള്ള ടൈമിൽ ചെയ്യുന്നതായിരിക്കും. കുറച്ചധികം ചെയ്യാനുണ്ട്. അപ്പൊ ലൈക്ക് ഇതുവരെ കമന്റ് ചെയ്തില്ലെങ്കിൽ ഇത്ര തന്നെ കണ്ടുകയാണെങ്കിൽ കമന്റ് ചെയ്യും. ഓക്കെ, ഇത്രേ ഉള്ളു. വേറെ ഒന്നും ഞാൻ പറയണില്ല. തീജം ബീജ അടുത്ത പ്രാവശ്യം കാണാം. ഏതെങ്കിലും ഒരു കൂട്ടുകാരനോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ പ്ലീസ്.